ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഫിനിഷൻസ്, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതുപോലെ തന്നെ ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻസ്, അതൊക്കെ പ്രോബ്ലം വെച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻകം ഫ്രം സാലറീസ് ആണ്. ഒരുപാട് കമൻസൊക്കെ ഞാൻ കണ്ടു, ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ കേട്ടോ. എനിവേ, ഞാനിത് എത്രത്തോളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് ആകെ അറിയുന്നത് കമൻറ്റിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനി ഡൗട്ട്സ് നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക. മേ ബി നിങ്ങൾക്ക് സ്ക്രീൻ അത്ര അങ്ങനെ ഫോൺ അങ്ങ് ചെരിച്ച് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കില്ല. സോ സ്ക്രീനൊന്ന് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നോട്ട്സ് കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഒറിജിനൽ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ടെലഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ മിസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് കയറിയിട്ട് അതിൻ്റെ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എങ്ങാനും കൊടുക്കാൻ മറന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറിയാൽ അവിടെ ഉണ്ടാവും. അതിൻ്റെ താഴെയിട്ട് എഴുതിയിട്ടുണ്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ടെലഗ്രാം ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നോട്ട്സ് വേണ്ടതെന്നൊന്ന് പറയാം കേട്ടോ. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ള നോട്ട്സ് ആണോ വേണ്ടത്, അത് ഓരോ വീഡിയോസിന് ഓരോ PDF ആയിട്ട് ആണോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾ പറയുന്ന വരെ ഞാൻ മൊത്തമായിട്ടുള്ള മൊത്തം ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ട്സ് ഞാൻ ഒരു PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നൊന്ന് പറയണേ. എനിവേ, ഇൻകം ഫ്രം സാലറീസ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങാം. ഓക്കെ. ഒരു വ്യക്തിയുടെ, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ടാക്സ് നമ്മൾ ഈ വർഷമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ വർഷമായിരിക്കും അപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതൊക്കെ ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ വർഷം അയാൾക്ക് കിട്ടിയ ഇൻകത്തിന്മേൽ ഈ വർഷമാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അയാൾക്ക് ഇൻകം കിട്ടുന്നത്, അതായത് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇൻകം കിട്ടുന്നത് പല സോഴ്സിലൂടെ ആകും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സോഴ്സാണ് ഇത് പറയുന്നത് സാലറി. ഓക്കെ. സെക്കൻഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. തേർഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫോർത്ത് ക്യാപിറ്റൽ ഗെയിൻസ്. ഫിഫ്ത്ത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ. ഈ സാലറി എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഇൻകം. ഈ സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, മന്ത്ലി അയാൾക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കാം മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനൊരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു 40,000-50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ആ 50,000 രൂപയായിരിക്കും എനിക്ക് സാലറി ആയിട്ട് കിട്ടുക. ഓക്കെ. അതിന് പുറമെ ചിലപ്പോൾ എനിക്ക് ഇനിയും എമൗണ്ട് കിട്ടിയെന്ന് വരാം. എങ്ങനെ എന്തെങ്കിലും സീസണൊക്കെ ആകുമ്പോൾ അഡീഷൻസ് എമൗണ്ട്സ് ഒക്കെ കിട്ടിയെന്ന് വരാം. എനിക്കെന്നല്ല, എല്ലാവർക്കും. ഓക്കെ. ഏതൊരു എംപ്ലോയിക്കായാലും എംപ്ലോയർ കുറച്ചധികം അഡീഷണൽ എമൗണ്ട് സാലറിക്ക് പുറമെ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ഈ സാലറീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് 2 വീടുണ്ട്. ഒരു വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്, മറ്റേ വീട് അവിടെ പൂട്ടി കിടക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അതെന്താ ഞാൻ അങ്ങ് റെൻറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഞാൻ റെൻറ്റിന് കൊടുത്തു. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് മന്ത്ലി ഒരു 10,000 റുപ്പീസ് റെൻറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അതിനും ടാക്സ് കൊടുക്കണം. അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്. എനിക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെയും നോട്ട്സിൻ്റെയൊക്കെ കച്ചവടമാണ് എൻ്റെ ഒരു ബിസിനസ്, അതാണ്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും ഒരു സീസൺ ആയാലും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു എമൗണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ അവർക്ക് എന്ത് കൊടുക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടും പറമ്പും ഉണ്ട്. ഓക്കെ. അതിൻ്റെ പുറമെ ഞാനൊരു 10 സെൻറ്റ് സ്ഥലം കൂടെ ഞാൻ അഡീഷണലായിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിക്കുന്നത് ഒരു 10 ലക്ഷം രൂപയ്ക്കാണ്. പെട്ടെന്നൊരു സന്ദർഭത്തിൽ എനിക്കത് വിൽക്കാൻ തോന്നി. കാരണം സ്ഥലത്തിന് വില അങ്ങ് കൂടി. 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സ്ഥലത്തിന്
ഒരു 15 ലക്ഷം രൂപ പ്ലോട്ടിന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതങ്ങ് വിറ്റു. അപ്പോൾ എനിക്ക് അവിടെ 5 ലക്ഷം രൂപ എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട് ആ ഒരു അസറ്റുമേ. ഓക്കെ, ആ ഒരു പ്ലോട്ട് ഞാൻ വാങ്ങിച്ചത് 10 ലക്ഷം രൂപയ്ക്കായിരുന്നു, പക്ഷേ ഞാനത് വിൽക്കുന്നത് 15 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ എനിക്ക് അവിടെ 5 ലക്ഷം എന്ത് വന്നു, പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ദിവസം ഒരു ലോട്ടറി എടുത്തു, ചുമ്മാ എടുത്തതാണ്. അങ്ങനെ ഞാൻ ലോട്ടറി എടുത്തു, അങ്ങനെ നറുക്കെടുപ്പ് എനിക്കാ വീണേ, ഒരു കോടി രൂപ. ഓക്കെ, അപ്പോൾ ഈ 1 കോടി രൂപ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ച് അവർ മുഴുവനായിട്ടുള്ള എമൗണ്ട് എനിക്ക് തരത്തൊന്നുമില്ല. അതിൽ നിന്ന് ടാക്സൊക്കെ കുറച്ച് ഒരു പകുതിയൊക്കെ കിട്ടിയാൽ കിട്ടി. അതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ്. ഈ ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ അതിനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന നമുക്കൊരു ഇൻകം ആണത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, സാലറീസ് ആണ്. സാലറി സെക്ഷൻ 50 to 17. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ എന്താ, ഒരാൾക്ക്, അതായത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട്, കംപ്ലീറ്റ് എമൗണ്ട് ആണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് ആ 10,000 രൂപ മാത്രമല്ല, ലൈക്ക് ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ പറയാണ്, ഒരു പ്രൊഫസറല്ല, വേറെ എന്തെങ്കിലും ആവട്ടെ, ഞാനൊരു ബിസിനസ്സിൽ ആണ് വർക്ക് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ. ഓക്കെ, ബിസിനസ്സിലല്ല, ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് എന്തുണ്ടായി, പ്രോഫിറ്റ് കുറച്ചധികം എമൗണ്ട് കിട്ടിയപ്പോൾ അവിടുത്തെ എംപ്ലോയർ വിചാരിച്ചു എന്നാൽ ഇതിന്ന് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഷെയർ എംപ്ലോയീസിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സാലറീസിൻ്റെ അഡീഷണൽ എമൗണ്ടും അവരെനിക്ക് തന്നു, എല്ലാ എംപ്ലോയീസിനും. അപ്പോൾ ആ അഡീഷണൽ തന്ന എമൗണ്ടും ഈ സാലറീസിൽ ഉൾപ്പെടും കേട്ടോ. അത് മോണിറ്ററി ബെനിഫിറ്റ്സ് ആണെങ്കിലും അതല്ല ഇനി എന്തെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും. ഓക്കെ, എനിവേ നമുക്ക് സാലറി എന്താണെന്നൊന്ന് നോക്കാം. Salary is any remuneration paid by an employer to his employee in consideration of his service. It includes all monetary benefits and facilities provided by the employer. സാലറി എന്ന് പറഞ്ഞാൽ ഒരു റെമ്യൂണറേഷൻ ആണ്. പേ ചെയ്യുന്നത് ആരാണ്, എംപ്ലോയർ ആണ്. ആർക്കാണ് പേ ചെയ്യുന്നത്, എംപ്ലോയിക്കാണ്. ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്, അവൻ്റെ സർവീസിൻ്റെ ഫലമായിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് റെമ്യൂണറേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ഇതിൽ എല്ലാ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ പണമിടപാടുകൾ, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടിന് പുറമെ നമുക്കൊരു 5,000 രൂപയും കൂടെ അവരെന്ത് തരികയാണ്, അഡീഷണൽ ആയിട്ട് എമൗണ്ട് തരികയാണ്. അതാണ് ഈ മോണിറ്ററി ബെനിഫിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പണപരമായിട്ടുള്ള ഇടപാടുകൾ. ഓക്കെ, മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാനൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് എൻ്റെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങൾക്കും യൂസ് ചെയ്യും. അപ്പോൾ അതിനും ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതല്ല, ഇനിയിപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ്, അതായത് അവർക്കൊരു ക്ലിനിക്ക് സ്വന്തമായിട്ടുണ്ട്, അപ്പോൾ അവിടുത്തെ എംപ്ലോയി ആയി എനിക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫെസിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് എംപ്ലോയർ നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, അണ്ടർ സെക്ഷൻ 15 the following incomes shall be chargeable to income tax under head salaries. ഓക്കെ, അതായത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന 3 പോയിൻറ്റ്സ് ഉണ്ട്. ആ 3 പോയിൻറ്റിലും ഈ ആസസി എന്താ അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ആൻ അസസി ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. അതായത് പ്രീവിയസ് ഇയറിലത്തെ കാര്യം പറയുന്നത്. പ്രീവിയസ് ഇയറിൽ അയാൾക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, അതായത് എംപ്ലോയർ അയാൾക്ക് പേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പേ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ എന്തായിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാലറി ആയിട്ടാണ് കണക്കാക്കുക. അപ്പം ഞാൻ എന്തടയ്ക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം. അതാ പറയുന്നത്. അതായത് ഡ്യൂ ആയിട്ടുണ്ടോ, കിട്ടിയോ കിട്ടിയില്ലേ എന്നല്ല, അതാണ് പറയുന്നത്. വെദർ പെയ്ഡ് ഓർ നോട്ട്, മേ ബി അവർ പേ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അത് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ഇനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ, അതായത്
അവിടെ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ അവിടെ എംപ്ലോയറായിട്ട് ഉണ്ടായിരുന്ന ഒരാളോ ടു അനാസസി ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് ഈ ഇപ്പോൾ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയർ ആയിരിക്കാം. ആരാണെങ്കിലും പേ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെ ഡ്യൂ ആയിട്ടുണ്ടോ, എമൗണ്ട് ഡ്യൂ ഓൺ സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ, അതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തടയ്ക്കണം? അത് സാലറി ആയിട്ടാണ് കണക്കാക്കുക. സോ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതാണ് എനി സാലറി ഡ്യൂ എന്ന് പറഞ്ഞത്. പിന്നെ എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ത്രൂ നോട്ട് ഡ്യൂ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ. അതായത് സാലറി ഡ്യൂ ആവുന്നതിന് മുന്നേ, അതായത് എനിക്കിപ്പോൾ ഈ മാസം സാലറി കിട്ടും, അടുത്ത മാസം എനിക്ക് സാലറി കിട്ടുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഈ ഒരു ഡേറ്റിനാകുമ്പോൾ ഇത് ഡ്യൂ ആവും, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കത് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യുക? ആ സാലറി വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യുക. അതായത് എനി സാലറി പെയ്ഡ് ഓർ അലൗഡ്, മേ ബി സാലറി പേ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് അതായത് കൊടുക്കാമെന്ന് അങ്ങനെ അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അലൗഡ് ഇൻ ദി പ്രീവിയസ് ഇയറിൽ ബൈ ഓർ ആൻ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ. അതായത് ഇപ്പോൾ അവിടെ എംപ്ലോയർ ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു എംപ്ലോയർ. ഓക്കെ, ത്രൂ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ്സ് ബിക്കം ഡ്യൂ. മേ ബി അത് ഡ്യൂ ആയിട്ടുണ്ടായിരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ ബിക്കംസ് ഡ്യൂ ആവാൻ പോകുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സാലറി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ഓക്കെ നമുക്ക് അടുത്ത മാസത്തെ സാലറി ഈ മാസം തന്നെ അങ്ങ് കൊടുക്കാൻ നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സാലറി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് മറിയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാനറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എനി അറിയേഴ്സ് ഓഫ് സാലറി പെയ്ഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓർ ആൻ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇഫ് നോട്ട് ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദി പീരിയഡ് ടു വിച്ച് ഇറ്റ് റിലേറ്റ്സ്. അതായത് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടേണ്ട എന്തായിരുന്നു? സാലറി ആയിരുന്നു, അതായത് കിട്ടാനുള്ള സാലറിയാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ ടാക്സും ചാർജ് ചെയ്തിട്ടില്ല, നോട്ട് ചാർജ് ടു ടാക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഓൾറെഡി ചാർജ് ചെയ്തിട്ടില്ല? ടാക്സും ചാർജ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാലറി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കുറേ കാലം മുന്നേ അല്ലെങ്കിൽ കുറച്ച് മാസം മുന്നേ കിട്ടേണ്ട ഒരു സാലറി ആയിരുന്നു, അതെനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. അതാണെങ്കിൽ ടാക്സും ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാലറി എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് എന്തടയ്ക്കണം? അതിനും ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ 3 സിറ്റുവേഷൻ ആണുള്ളത്. ഫസ്റ്റ്, എമൗണ്ട് ഡ്യൂ ആയി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഈ മാസം ഞാൻ പണിയെടുത്തു, ഈ മാസത്തെ സാലറി എനിക്ക് ഇന്ന ഡേറ്റിന് കിട്ടുമെന്ന് അവർ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ സാലറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി കുറേ മുന്നത്തെ അല്ല, ഇനി വരാനുള്ളത്, അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുകയാണ്. അതിന് അഡ്വാൻസ് ആണ് കേട്ടോ പറയുന്നത്, എനിക്ക് അപ്പോൾ ആ വീട് കിട്ടിയില്ല. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുക. നമ്മൾ എമൗണ്ട് നിങ്ങൾക്ക് മേ ബി ആര് പണിക്ക് പോകുന്നവരുണ്ടോ അറിയില്ല, വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ വർക്കിന് പോകുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അഡ്വാൻസ് ആയിട്ട് അവർ നമുക്ക് ക്യാഷ് തരും, നമ്മുടെ എംപ്ലോയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ അഡ്വാൻസ് അത് പേ ചെയ്താലും അതല്ല ഇനി അവർ തരാമെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നാലും നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതാണ് അത് പറയുന്നത്. പിന്നെ ഇനി അരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാതെ പോയ സാലറി നമുക്ക് ഇപ്പോൾ കിട്ടുകയാണ്. അപ്പോൾ അതിനാണെങ്കിൽ ടാക്സും അവർ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇതാണ് ഈ ഒരു 3 ഫസ്റ്റത്തെ ABC. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡെഫിനിഷൻസ് ഓഫ് സാലറി ആണ് കേട്ടോ. ഡെഫിനിഷൻസ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ആസ് പെർ സെക്ഷൻ 17 subsection 1 of the Income Tax Act 1961 salary includes the following. അതായത് 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാലറികളാണ് വേജസ്. അതായത് വേജസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ? കൂലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അതിനെ സാലറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അന്യൂറ്റി ഓർ പെൻഷൻ, അങ്ങനെ അന്യൂറ്റി എന്നൊക്കെ പറയുമ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അന്യൂറ്റി എന്ന് പറയുമ്പോൾ
ഈ ഇങ്ങനെ ഇയർലി ആയിട്ട് കിട്ടില്ല, ആനുവലി ഇൻകമായിട്ട് കിട്ടില്ല. അതാണ് എന്ത് ഈ ആന്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു പബ്ലിക് സെക്ടറോ ഇനി പ്രൈവറ്റ് സെക്ടറോ, ഇനി പബ്ലിക് സെക്ടർ നമുക്ക് പറയാം. ഈ പബ്ലിക് സെക്ടറിലൊക്കെ ആകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഞാനിപ്പോൾ റിട്ടയറായി, എനിക്കൊരു 10-60 വയസ്സായി റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു റിട്ടയർഡ് എമൗണ്ട് അവർ തരും. ഓക്കെ, മേ ബി വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയായിരിക്കും അത്. അപ്പോൾ അതാണ് എന്ത് ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അപ്പോൾ അതും നമ്മളൊരു സാലറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഗ്രാറ്റുവിറ്റി. ഓക്കെ, ലാസ്റ്റ് കിട്ടുന്ന ഒരു എമൗണ്ട്. ഓക്കെ, എനി ഫീസ്, കമ്മീഷൻ, perquisites or profits in lieu of or in addition to any salary or wages. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫീസ് കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാലും ഈ പെർക്വിസൈറ്റ്സ് ഓർ പ്രോഫിറ്റ്, പെർക്വിസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ തരുന്ന ഫെസിലിറ്റീസാണ്. ഓക്കെ, അവരെന്തെങ്കിലും ഫെസിലിറ്റീസ് ആയിട്ട് അവരെന്തിനേലുമൊക്കെ വേണ്ടി എമൗണ്ട് തരുമൊക്കെ. ഈ പെർക്വിസൈറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ തന്നെയുണ്ട് കേട്ടോ. അതിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു സർവീസ്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റീസ് ആണ് ഈ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഈ പെർക്വിസൈറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ 3rd സെമ്മിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അത് നമ്മുടെ സാലറിയിൽ ഇൻക്ലൂഡായി ചെയ്യുന്നതാണ്. പിന്നെ പ്രോഫിറ്റ്സ് ഇൻ lieu ഓഫ് ഓർ ഇൻ അഡീഷൻ ടു എനി സാലറി ഓർ വേജസ്, അതായത് സാലറിക്കോ വേജസിനോ പുറമെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബിസിനസ്സിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിന് നമ്മൾ എന്തടയ്ക്കണം? അതിന് നമ്മൾ സാലറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. അതായത് സാലറി ഒരു 10,000 രൂപയാണ് എനിക്ക് മന്ത്ലി കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അത് എല്ലാ മാസവും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ എംപ്ലോയർക്ക് കുറച്ചധികം എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അയാൾ വിചാരിച്ചു എന്നാൽ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഇതിന്ന് ഓരോ ഷെയർ വീതം എൻ്റെ എംപ്ലോയീസിന് മുഴുവൻ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? എനിക്കൊരു 5,000 രൂപ അധികം എമൗണ്ട് തന്നു. അതായത് 15,000 രൂപ അധികം എമൗണ്ട് തന്നു. അപ്പോൾ ആ കിട്ടിയ പ്രോഫിറ്റിന് ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇനി അഡ്വാൻസ് ഓഫ് സാലറി. ഈ ഇനി അഡ്വാൻസ് ഓഫ് സാലറിയാണ് നമ്മൾ പറഞ്ഞ ആ മുന്നത്തെ 3 കേസ് ഉണ്ടല്ലോ, തൊട്ട് മുന്നേ പറഞ്ഞ ആ 3 കേസിലെ രണ്ടാമത്തെ കേസ്. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ക്യാഷ് വാങ്ങിക്കുകയാണ്. അതായത് ഇനി പണി എടുക്കാനുള്ളതാണ്. അതിൻ്റെ സാലറി ഒന്നും ഡ്യൂ ആയിട്ടൊന്നുമില്ല. കാരണം പണി എടുത്താലല്ലേ പൈസ കിട്ടും. ഞാൻ പണിയൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, പക്ഷെ അതിനുള്ള എമൗണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് വാങ്ങിക്കുക. അതാണ് ഈ എനി അഡ്വാൻസ് പേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാലറിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി കോമ്പോണൻസ് ഓഫ് സാലറി ഉണ്ട്. അത് വീഡിയോ ലെങ്തി ആവുന്നുണ്ട്. ഞാൻ എത്രത്തോളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. ഈ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചധികം. ഈ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി എന്നാണ് പറയുക. എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൽ പ്രോബ്ലംസും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.